നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ്. ആകർഷകമായ വ്യക്തിത്വം, ഹൃദയഹാരിയായ പുഞ്ചിരി, മനോഹരമായ കണ്ണുകൾ, സഹാനുഭൂതിയോടുകൂടിയ ഹൃദയം, പ്രകൃതി സ്നേഹം, ഓർമ്മശക്തി, നന്നായി സംസാരിക്കാനുള്ള കഴിവ് എന്നിവ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അത്യധികം വിനീതനും മര്യാദക്കാരനും കുലീനനും ആയതിനാൽ ആളുകൾക്കിടയിൽ പ്രശസ്തനും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയും ആയിരിക്കും. കഴിവിലും കാഴ്ചപ്പാടിലും ആളുകൾക്ക് മതിപ്പ് ഉണ്ടാക്കുന്നതിനാൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കും. വീട്, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നിവയെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കും. ഭാവപ്രകടനമായ കഴിവും അഭിനയശേഷിയും ഉണ്ടാകും. ലക്ഷ്യബോധത്തെക്കുറിച്ച് വളരെ അർപ്പിത മനോഭാവവും ദൃഢനിശ്ചയവും ഉണ്ടാകും. പുതിയ ആശയത്തെയും മാറ്റങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. നാളത്തെ സമ്മർദ്ദങ്ങളിൽ നിന്ന് എപ്പോഴും അകന്ന് ഇന്നത്തെ സന്തോഷത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ചെറുപ്പകാലത്ത് അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നാലും 38 വയസ്സ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ സ്വസ്ഥമായി തുടങ്ങും. അമ്മയുടെ സ്നേഹം വേണ്ടുവോളം ലഭിക്കും. പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടും കൂടി നേരിട്ട് സമർത്ഥമായി പരിഹരിക്കുകയും ചെയ്യും. നല്ല ആരോഗ്യം ഉണ്ടാകും. അതുപോലെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും. ഇവർക്ക് ഒരു വളർത്തമ്മ ഉണ്ടാകും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്തവരും സ്വഭാവം പെട്ടെന്ന് പിടിതരാത്തവരും ആയിരിക്കും. വെള്ളവും ഭക്ഷണവും അമിതമായി ഉപയോഗിക്കും. ഹോട്ടൽ ഭക്ഷണം അല്ലെങ്കിൽ അയൽ വീട്ടിലെ ഭക്ഷണം കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പ്രണയിക്കാനും പ്രണയവിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ആളുകൾക്ക് പ്രണയപരാജയം സംഭവിക്കുകയും വിവാഹശേഷം ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയവർ കുടുംബത്തിലുണ്ടാകും. ഇവരുടെ ബലവും ബലഹീനതയും മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കും. മുഖത്ത് മറുക്, കുരു, തഴപ്പ്, പാടുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പെൺകുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും. വയസ്സായാലും ചെല്ലപ്പേര് വിളിക്കുന്നവർ കുടുംബത്തിലുണ്ടാകും. 2 മാർഗത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവരാണ്. വിദേശത്ത് പോയി വരുമാന മാർഗം കണ്ടെത്തുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി വരുന്നതും നല്ലതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവരെ സംസാരിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല. പൊടികൾ മൂലം അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്വാസകോശത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. 2ാം പാദത്തിൽ ജനിച്ചവരുടെ കയ്യിൽ നല്ല സമ്പത്ത് ഉണ്ടാകുമെങ്കിലും സമൃദ്ധിയെയും ആഡംബരത്തെയും ആഗ്രഹിക്കുന്നത് മൂലം പാഴ്ചിലവുകൾ വന്നുചേരും. പക്ഷിമൃഗാദികളെ വളർത്താൻ ഇഷ്ടപ്പെടുന്നു. വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ അത്യാഗ്രഹം ഉണ്ടാകുക മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. വെള്ളം മാറിക്കുളിച്ചാൽ ശാരീരിക പ്രശ്നം അനുഭവിക്കുന്നവർ ആയിരിക്കും. കല്യാണം കഴിഞ്ഞാൽ അകന്ന് ജീവിക്കാൻ താല്പര്യപ്പെടും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വന്നുചേരും. ഇറച്ചി സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കാൻ താല്പര്യം ഉള്ളവരായിരിക്കും. പറമ്പിന്റെ മധ്യഭാഗത്ത് വീട് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. ഫ്ലാറ്റ് ആണെങ്കിലും മധ്യഭാഗത്ത് താമസിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. വീട്ടിൽ പാമ്പ് വരാനും പാമ്പ് കടിക്കാനും സാധ്യതയുണ്ട്. കാറ് ഓടിക്കാനും പറമ്പിൽ വെള്ളം നനയ്ക്കാനും കൂടുതൽ ഇഷ്ടമാണ്. പാരമ്പര്യമായ ഭൂമി ലഭിക്കാൻ സാധ്യതയുണ്ട്. അടക്ക, പാൽപ്പൊടി, വെണ്ണ, അരി, ഉപ്പുള്ള ഭക്ഷണം, ഐസ്ക്രീം, ദോശ, സേമ്യ പായസം, അവിൽ, തേങ്ങ കൊണ്ടുള്ള ഭക്ഷണം എന്നിവ കൂടുതലായി ഇഷ്ടപ്പെടുന്നു. ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും. അതുപോലെ മറ്റുള്ളവർ പറയുന്നത് ഒളിഞ്ഞു കേൾക്കുകയും ചെയ്യും. കന്നഡ ഉപയോഗിക്കുന്നവർ ആയിരിക്കും. സരസമായി സംസാരിച്ച് ആളുകളെ മയക്കിയെടുക്കാനുള്ള കഴിവ് ഉണ്ടാകും. താക്കോൽ, പൂട്ട് എന്നിവയെ കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കും. സുഹൃത്ത് ബന്ധങ്ങളെയും യാത്രകളെയും കലയെയും സംഗീതത്തെയും കൂടുതൽ ഇഷ്ടപ്പെടും. അക്കൗണ്ടിങ്, ബാങ്കിങ്, മീഡിയ, പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, IT ഫീൽഡ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ടീച്ചിങ്, ടിക്കറ്റ് ബുക്കിംഗ്, എഡിറ്റിംഗ്,
ബുദ്ധി ഉപയോഗിച്ചുള്ള ജോലി, നാവികസേന, ജലസേചനം, കൃഷി, കന്നുകാലി വളർത്തൽ, ഭൂമി വ്യാപാരം, ജ്യോതിഷം, കല, സംഗീതം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ്. ഞരമ്പ്, ത്വക്ക്, മൂക്ക്, തൈറോയിഡ്, വയറുവേദന, നീർവീക്കം, സ്ത്രീകൾക്ക് ആർത്തവം എന്നിവയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് അല്പം മുൻകോപം ഉണ്ടാകുമെങ്കിലും ചില പ്രത്യേക വിഷയത്തോട് അഭിനിവേശം വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ സമർത്ഥരായിരിക്കും. രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് സ്ത്രൈണതയും മാതൃത്വവും സൗന്ദര്യവും നിറഞ്ഞവരായിരിക്കും. അവർ കലകളിൽ സാമർഥ്യം കാണിക്കുകയും ധാരാളം സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരും ആയിരിക്കും. മൂന്നാം പാദത്തിൽ ജനിച്ചവർ സൗമ്യമായ പെരുമാറ്റവും മധുരഭാഷണവും കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുന്നവരും സാഹിത്യാഭിരുചിയും കവിത്വവും നിറഞ്ഞവരായിരിക്കും. നാലാം പാദത്തിൽ ജനിച്ചവർ കുലീനത, കാരുണ്യം, സഹാനുഭൂതി എന്നിവ നിറഞ്ഞവരും അമ്മയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നവരും ആയിരിക്കും. പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് ശനി, രാഹു, കേതു എന്നിവരുടെ ദശാപഹാരങ്ങൾ അനുകൂലമായിരിക്കില്ല. ഗ്രഹനിലയിൽ ഗ്രഹചേർച്ചയ്ക്കനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരാം. ഗ്രഹനില വിശകലനം ചെയ്ത് യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് ദോഷാനുഭവങ്ങളെ മാറ്റിയെടുക്കാവുന്നതാണ്. നമസ്കാരം.